പ്രൈസ് ദി ലോർഡ്. രാവിലെ കാലം കർത്താവിൻ്റെ പാദപീഠത്തിൽ നമുക്കായി തിരുവാൻ ദൈവം തന്ന നല്ല കൃപകൾക്കായി നന്ദിയോട് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന തിരുവചനം ലൂക്കോസിന്റെ സുവിശേഷം 22 അധ്യായം 44 വാക്യം. പിന്നെ അവൻ പ്രാണവേദനയിലായി അതിശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. അവന്റെ വിയർപ്പ് നിലത്തു വീഴുന്ന വലിയ ചോരത്തുള്ളി പോലെയായി. പ്രൈസ് ദി ലോർഡ്. പ്രിയ ദൈവമക്കളെ, ഹല്ലേലൂയ. ഇന്ന് ലോകമൊട്ടുക്ക് ദുഃഖവെള്ളിയാഴ്ച എല്ലാവരും ആചരിക്കുന്ന, അതായത് ക്രിസ്ത്യാനികളായിരിക്കുന്ന ഓരോ ജീവിതങ്ങളും ഹല്ലേലൂയ ദുഃഖവെള്ളിയാഴ്ച കൊണ്ടാടുന്ന ദിവസമാണ്. അതായത് ഇവിടെ ഗെത്സമനയിലെ യേശു അപ്പച്ചൻ കടന്നുപോയ അവസ്ഥ നാം ഒന്ന് നോക്കുക. ഇവിടെ ലൂക്കോസിന്റെ സുവിശേഷം 22:39 മുതലുള്ള വാക്യങ്ങൾ നാം നോക്കുമ്പോൾ, പിന്നെ അവൻ പതിവ് പോലെ ഒലിവുമലയ്ക്ക് പുറപ്പെട്ടുപോയി. ശിഷ്യന്മാരും അവനെ അനുഗമിച്ചു. ആ സ്ഥലത്തെത്തിയപ്പോൾ അവൻ അവരോട്, നിങ്ങൾ പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ പ്രാർത്ഥിപ്പീൻ എന്ന് പറഞ്ഞു. താൻ അവരെ വിട്ട് ഒരു കല്ലേറു ദൂരത്തോളം വാങ്ങിപ്പോയി മുട്ടുകുത്തി, പിതാവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം തന്നെ ആകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. പ്രിയ മക്കളെ, ഗെത്സമനയുടെ അനുഭവം യേശു തൻ്റെ പിതാവുമായിട്ട് സംസാരിക്കുന്ന ഒരു അനുഭവമാണ്. ഹല്ലേലൂയ. നോക്കൂ, പിറ്റേ ദിവസം നടക്കാൻ പോകുന്ന വിസ്താരങ്ങൾ, ആ ചാട്ട കൊണ്ടുള്ള അടി, നിന്ന, പരിഹാസം, പിതാവായ ദൈവം തന്നിൽ നിന്ന് മുഖം മറയ്ക്കുന്ന അനുഭവം, എല്ലാ രംഗമൊക്കെ ഹല്ലേലൂയ, ഇതെല്ലാം ഒരു പിക്ചർ എന്ന പോലെ കണ്ടപ്പോൾ യേശുവിൻ്റെ ഉള്ളം പ്രാണവേദനയിലാകുന്നു. ഹല്ലേലൂയ. അപ്പോൾ രക്തത്തുള്ളികൾ വിയർപ്പായി വീഴുന്നു. ഈ പാനപാത്രം നീങ്ങിപ്പോകുവാൻ യേശു ആഗ്രഹിക്കുകയാണ്. എന്നാൽ ദൈവികമായ ശക്തി സംഭരിച്ച് പിതാവിൻ്റെ ഇഷ്ടത്തിന് ഏൽപ്പിച്ചു കൊടുത്തു. ഹല്ലേലൂയ. പ്രിയരെ, ജീവിതത്തിൽ ഗെത്സമന പോലെയുള്ള അനുഭവങ്ങൾ കടന്നു വരാം. ഗെത്സമന ഏകാന്തതയുടെ, തിരസ്കരണത്തിൻ്റെ, അതിതീവ്രമായ വേദനയുടെ അനുഭവമാണ്. നോക്കൂ, വാർദ്ധക്യകാലം പലർക്കും ഒരു ഗെത്സമനയുടെ അനുഭവമായി മാറിയേക്കാം. രോഗം ഒരു ഗെത്സമനയുടെ അനുഭവമാകാം. ജീവിതത്തിൽ ഈ അനുഭവങ്ങൾ കടന്നു വരുമ്പോൾ നാം യേശുവിൻ്റെ തിരുസന്നിധിയിൽ മുട്ടുമടക്കി ഹല്ലേലൂയ പിറുപിറുപ്പില്ലാതെ ദൈവഗീതത്തിനായി ഏൽപ്പിച്ചു കൊടുക്കുക. ഹല്ലേലൂയ. നമ്മുടെ അപ്പച്ചൻ സഹിച്ച ആ കഷ്ടതയോർക്കുമ്പോൾ, എൻ്റെ ദൈവമേ, എൻ്റെ ജീവിതത്തിൽ ഇതൊന്നുമല്ല എന്ന് പറഞ്ഞ് നമുക്ക് ദൈവം മുമ്പാകെ ആയിത്തീരാം. ഹല്ലേലൂയ. നിയമങ്ങൾ ലംഘിച്ചുകൊണ്ട് യേശു പിന്നെ അർദ്ധരാത്രി അനേകം കോടതികളിൽ വിസ്തരിക്കപ്പെടുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഒരു കോടതിയും യേശുവിനെ കുറ്റക്കാരനായി കാണുന്നില്ല. ഹല്ലേലൂയ. ഒടുവിലത്തെ കോടതിയായിരുന്ന പീലാത്തോസിന്റെ കോടതിയിലേക്ക് അയക്കുന്നു. അവിടെ നോക്കൂ, നമുക്ക് മത്തായി സുവിശേഷം 27:21 മുതലുള്ള വാക്യങ്ങൾ നോക്കുമ്പോൾ അത് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. നാടുവാഴി അവനോട്, ഈ ഇരുവരിൽ ഏവനെ വിട്ടുതരണമെന്ന് നിങ്ങൾ ഇച്ഛിക്കുന്നു എന്ന് ചോദിച്ചതിനെ ബർബാസിനെ എന്ന് അവർ പറഞ്ഞു. പീലാത്തോസ് അവരോട്, എന്നാൽ ക്രിസ്തു എന്ന യേശുവിനെ എന്തു ചെയ്യേണ്ടു എന്ന് ചോദിച്ചതിനെ അവനെ ക്രൂശിക്കണമെന്ന് എല്ലാവരും പറഞ്ഞു. അവൻ ചെയ്ത ദോഷം എന്ത് എന്ന് അവൻ ചോദിച്ചു. അവനെ ക്രൂശിക്കണമെന്ന് അവർ ഏറ്റവും നിലവിളിച്ചു പറഞ്ഞു. ആരവാരം അധികമാകുന്നതല്ലാതെ ഒന്നും സാധിക്കുന്നില്ല എന്ന് പീലാത്തോസ് കണ്ടിട്ട് വെള്ളമെടുത്ത് പുരുഷാരം കാണെ കൈ കഴുകി, ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് കുറ്റമില്ല, നിങ്ങൾ തന്നെ നോക്കിക്കൊള്ളുവീൻ എന്ന് പറഞ്ഞു. അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും വരട്ടെ എന്ന് ജനമൊക്കെയും ഉത്തരം പറഞ്ഞു. അങ്ങനെ അവൻ ബർബാസിനെ അവർക്ക് വിട്ടുകൊടുത്തു. യേശുവിനെ ചമ്മട്ടി കൊണ്ട് അടുപ്പിച്ച് ക്രൂശിക്കേണ്ടതിന് ഏൽപ്പിച്ചു. ഹല്ലേലൂയ. പ്രിയ മക്കളെ, കൂർത്ത ഇരുമ്പായി
ആയുധം പിടിച്ച് ഹല്ലേലൂയ ചാട്ടവാറുകൾ കൊണ്ടുള്ള അടി യേശു ഒന്നും പ്രതികരിക്കാതെ നിന്നുകൊള്ളുകയാണ്. ഹല്ലേലൂയ. നാം ആ രംഗമൊന്ന് ചിന്തിച്ചു നോക്കൂ പ്രിയ ദൈവമക്കളെ. ഹല്ലേലൂയ. നമുക്ക് വേണ്ടി എത്രമാത്രം ഹല്ലേലൂയ അടി ഹല്ലേലൂയ നിന്ന പരിഹാസമൊക്കെ ഏറ്റു. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിലും ഈ അനുഭവങ്ങൾ ഉണ്ടോ? യാതൊരു തെറ്റും ചെയ്യാതെ ആരോപണങ്ങൾ കേൾക്കേണ്ടി വരിക. ഹല്ലേലൂയ. നോക്കൂ, ഇങ്ങനെയുള്ള അനുഭവങ്ങൾ കടന്നു വരുമ്പോൾ കെട്ടിയിടപ്പെട്ട ഹല്ലേലൂയ ആ കൽത്തൂണിന്റെ അനുഭവത്തിൽ ജയിച്ച യേശു കൂടെയുണ്ട് എന്നുള്ള കാര്യം നാം ഓർക്കണം പ്രിയ മക്കളെ. യേശു അപ്പച്ചൻ നമ്മോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. എല്ലാവരും തള്ളിക്കളഞ്ഞ അവസ്ഥയിൽ ഹല്ലേലൂയ ആയിരുന്നപ്പോഴും കർത്താവിനോട് കൂടെ നിന്ന ഹല്ലേലൂയ ആരവാരം മുഴുവനും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ക്രൂശിക്കുവാൻ വേണ്ടി അവനെ ഹല്ലേലൂയ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. പ്രിയ മക്കളെ, ദിവസങ്ങളിൽ നമുക്കൊന്ന് ഹല്ലേലൂയ ദൈവസന്നിധിയിലേക്ക് ചെല്ലാം. ഹല്ലേലൂയ. നോക്കൂ, ആ മുൾമുടി ധരിച്ചുകൊണ്ട് യേശുവിന്റെ തലയിൽ മുൾക്കിരീടം അണിയുന്ന ആ അനുഭവം, ഈ മുള്ളുകൾ കണ്ണിൽ കൂടി തുളച്ചു കയറിയെന്ന് പറയപ്പെടുന്നു, നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ. ഹല്ലേലൂയ. പാപത്തിന്റെ ഫലമായി വന്ന ആ മുള്ളുകളെ ദൈവം തലയിൽ വഹിച്ചു. ഹല്ലേലൂയ. പ്രിയ മക്കളെ, അതായത് നമുക്ക് ഉൽപ്പത്തി പുസ്തകം 3:17 കാണാൻ സാധിക്കുന്നുണ്ട്. ആദാം ഹവ്വ പാപം ചെയ്തപ്പോൾ ദൈവം ഭൂമിയെ ശപിച്ച് ഹല്ലേലൂയ ആ മുള്ളും പറക്കാരെയൊക്കെ ജനിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. പ്രിയ മക്കളെ, പാപത്തിന്റെ ഫലമായി വന്ന മുള്ളുകളെ ദൈവം ഹല്ലേലൂയ യേശുപ്പച്ചൻ തലയിൽ വഹിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിലും മുള്ളിന്റെ അനുഭവമുണ്ടോ? നമ്മുടെ കുടുംബങ്ങളിൽ മുള്ളുകളായി ആരെങ്കിലും മാറാറുണ്ടോ? പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞതുപോലെ നമുക്ക് പറയാം, എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രിയ മക്കളെ, നമുക്ക് ദൈവസന്നിധി നമ്മെ തന്നെ സമർപ്പിക്കാം. അവസാന തുള്ളി രക്തം ഹല്ലേലൂയ നമുക്ക് വേണ്ടി ഊറ്റിത്തന്ന കർത്താവിന്റെ കരത്തിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. ഹല്ലേലൂയ. പ്രിയ മക്കൾ, ഈ ദിവസങ്ങളിൽ ഇന്ന് എല്ലാവരും ഹല്ലേലൂയ ഹല്ലേലൂയ ക്രൂശിനെ ഒന്ന് നോക്കുക. ഹല്ലേലൂയ. ആ മുൾമുടി അണിഞ്ഞ അപ്പച്ചനെ ഹല്ലേലൂയ ചാട്ടവാറ് കൊണ്ട് അടികൾ ഏറ്റവനെ ഹല്ലേലൂയ നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. പ്രിയ മക്കളെ, വളരെ അടികൾ കിട്ടി. ഹല്ലേലൂയ ഹല്ലേലൂയ വളരെയധികം വേദനകൾ സഹിച്ച് നമ്മുടെ അപ്പച്ചനായിരിക്കുമ്പോൾ ആ ക്രൂശ് എന്തിനാണ്? നമ്മെ ഓരോരുത്തരെയും നേടിയെടുക്കുവാന്. ക്രൂശിലേക്ക് നമുക്കടെ ഹല്ലേലൂയ കണ്ണുകളൊന്ന് ഉയർത്താം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എൻ്റെ അപ്പച്ചൻ എനിക്ക് വേണ്ടിയാണ് ഇത് കഷ്ടം സഹിച്ചതെന്ന് നാം ഓരോരുത്തരും ഒന്ന് ചിന്തിക്കുക. പ്രിയ മക്കളെ, കരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. കർത്താവെ, അങ്ങ് ഞങ്ങൾക്ക് വേണ്ടിയാണല്ലോ. ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു. കർത്താവെ, അങ്ങയുടെ കൃപ മതി. ഹല്ലേലൂയ. അങ്ങയ്ക്ക് വേണ്ടി ജീവിപ്പാൻ ഞങ്ങളെ ഓരോരുത്തരെയും ഒരുക്കിയെടുക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു കുറ്റവും പറയാതെ ഹല്ലേലൂയ അടികളേറ്റ അപ്പച്ചന്റെ സന്നിധിയിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. എന്തിനാണ് ഈ അടിയിൽ നിന്നെയും പരിഹാസവും ഒക്കെ ഏറ്റെടുത്തത്? ഹല്ലേലൂയ നമ്മെ രക്ഷിക്കുവാൻ വേണ്ടി, ആ രക്ഷയുടെ അനുഭവത്തിൽ കൊണ്ടുവരുവാൻ വേണ്ടിയാണ്. പ്രിയ മക്കളെ, ഹല്ലേലൂയ നമുക്ക് അപ്പച്ചനോട് ചേർന്ന് നിന്ന് പറയാം, കർത്താവേ, ഞങ്ങൾ ഈ സഹിക്കുന്ന കഷ്ടങ്ങളൊന്നുമില്ല. ഹല്ലേലൂയ ഇപ്പോൾ അവയെ അനുഭവിക്കുന്ന ഒന്നുമില്ല. എൻ്റെ അപ്പച്ചൻ സഹിച്ച കഷ്ടങ്ങൾ ഓർക്കുമ്പോൾ ഇതെല്ലാം സാരമില്ല എന്നെണ്ണുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും ഒരുക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, അങ്ങയുടെ കരങ്ങളിലേക്ക് വചനം കേൾക്കുന്ന ഓരോ മക്കളെ സമർപ്പിക്കുന്നു. ആ ക്രൂശിലേക്കൊന്ന് നോക്കുവാൻ, കർത്താവ് പറ്റി സഹിച്ച ഹല്ലേലൂയ പ്രയാസഘട്ടങ്ങളിലൂടെ കടന്നുപോയതല്ല ഹല്ലേലൂയ ഒന്ന് ഓർക്കുവാൻ ഒരു അവസരം ഞങ്ങൾക്ക് ഒരുക്കി തന്നല്ലോ. ദൈവം എന്തിനു വേണ്ടിയാണ്? ഞങ്ങളെ നേടിയെടുക്കുവാൻ വേണ്ടിയാണ്. ഇന്ന് കർത്താവ് വചനം കേൾക്കുന്ന ഓരോ മക്കളുടെ മേലും കർത്താവിന്റെ കൃപ പകരണമേ. ഹല്ലേലൂയ ഓരോരുത്തരെ അപ്പച്ചന് വേണ്ടി നേടിയെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ കരങ്ങളിൽ എല്ലാ മക്കളെ സമർപ്പിക്കുന്നു. ഹല്ലേലൂയ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുന്ന കുടുംബങ്ങളായി തീരുവാൻ ദൈവം എല്ലാവരെയും സഹായിക്കണമേ. അങ്ങയുടെ കൃപ എല്ലാവരുടെ മേലും പകരണം കർത്താവേ. അവസാന തുള്ളി രക്തം ഹല്ലേലൂയ കർത്താവെ, വിയർപ്പ് തുള്ളികൾ പോലെ കർത്താവെ, ചോരത്തുള്ളി പോലെ ഹല്ലേലൂയ ഒഴുകിയല്ലോ. ഹല്ലേലൂയ ദൈവമേ, അപ്പച്ച ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. എല്ലാം ഞങ്ങൾക്ക് വേണ്ടി മാത്രമാണ്. വചനം കേൾക്കുന്ന മക്കളുടെ മേലും കർത്താവെ ദൈവകൃപ പകരണമേ. ഹല്ലേലൂയ ചിന്തിപ്പാൻ ഓരോ മക്കളെ സഹായിക്കണമേ. കർത്താവിന്റെ ക്രൂശ് നോക്കി ഓരോ ദിനവും മുന്നേറുവാൻ കർത്താവെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പന്റെ കരങ്ങളിലേക്ക് എല്ലാ കാര്യങ്ങളും സമർപ്പിക്കുന്നപ്പാ. അടിയന്റെ കുറവുകൾ കണക്കിടല്ലേ. ഹല്ലേലൂയ ഇന്നത്തെ വചനം ഓരോ മക്കളുടെ ജീവിതത്തിൽ ഹല്ലേലൂയ എൻ്റെ അപ്പനുമായിട്ടുള്ള ഹല്ലേലൂയ നല്ല ബന്ധം പുലർത്തുവാൻ ദൈവം സഹായിക്കണം. അപ്പച്ചൻ അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലെസ് യു ഓൾ. ബിനുവജു, മുംബൈ. സ്തോത്രം.